Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1-1 on-to ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതിനുവേണ്ടി 3-4 ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യം 4ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബോർഡ് ഒന്ന് ഫ്രീ ആക്കി എടുക്കാനും കൂടെ വേണ്ടിയിട്ട് 4ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കൺസിഡർ ദ സെറ്റ്സ് എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, ബി ഈക്വൽ ടു സെറ്റ് 1, 4, 9, 16, 25. രണ്ട് ഫൈനൈറ്റ് സെറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. And a function f from a to b defined by f of 1 equal to 1, f of 2 equal to 4, f of 3 equal to 9, f of 4 equal to 16 and f of 5 equal to 25. So നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഫൈനൈറ്റ് സെറ്റ്സ്. ഒരു ഫൈനൈറ്റ് എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യപ്പെട്ടുള്ള ഒരു ഫംഗ്ഷൻ. നമുക്ക് അതിന്റെ ഇമേജ് പ്രീ ഇമേജ് ആ ഒരു രീതിയിലാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. എഫ് ഓഫ് 1 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1 എന്ന് പറയുന്നത് ഈ 1ന്റെ ഇമേജ് ആണ്, 2ന്റെ ഇമേജ് ആയിട്ട് 4, ആ ഒരു രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഷോ ദാറ്റ് എഫ് ഈസ് 1, 1. സെക്കൻഡ് പാർട്ടായിട്ട് ചോദിച്ചിരിക്കുന്നത് ഷോ ദാറ്റ് എഫ് ഈസ് 1, 2. അപ്പൊ ഈ ഒരു രീതിയിൽ, അതായത് ഒരു ഫൈനൈറ്റ് സെറ്റിൽ നിന്ന് മറ്റൊരു ഫൈനൈറ്റ് സെറ്റിലേക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ 1, 1 ആണോ ഓൺ ടു ആണോ ചെക്ക് ചെയ്യാനായിട്ട് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് അതിന്റെ ആരോ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ആരോ ഡയഗ്രാം വരയ്ക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ആരോ ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്കുള്ളത് 1, 2, 3, 4, 5. രണ്ടാമത്തെ സെറ്റ് ബിയിലെ മെമ്പേഴ്സ് 1, 4, 9, 16, 25. ഇനി എഫ് ഓഫ് 1 ഈക്വൽ ടു 1 എന്നാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് 1 എന്ന് പറയുന്ന 1, അതായത് 1നെ 1ലേക്ക് നമുക്ക് ജോയിൻ ചെയ്യണം. എഫ് ഓഫ് 2 ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ 2നെ 4ലേക്ക് ജോയിൻ ചെയ്യണം. 3യെ 9ലേക്ക്, 4നെ 16ലേക്ക്, 5നെ 25ലേക്ക്. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ആരോ ഡയഗ്രാം. ഈ ആരോ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് 1, 1 ആണോ ഓൺ ടു ആണോ എന്ന് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. 1, 1 ആണോ നോക്കാനായിട്ട് നോക്കിയാൽ മതി. എയിലെ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിന് ബിയിൽ ഡിസ്റ്റിങ്ക്ട് ഇമേജസ് ആണോ ഉള്ളത്, അല്ലെങ്കിൽ എയിലെ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിനെ ബിയിൽ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിലേക്കാണോ മാപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും എയിലെ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിലെ ബിയിലെ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിലേക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് 1, 1, 1, 1 ആണ്. ഇനി ഓൺ ടു ആണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ബിയിലെ അല്ലെങ്കിൽ നമ്മുടെ കോഡൊമൈനിലെ എല്ലാ എലമെന്റ്സിനും എയില് അല്ലെങ്കിൽ നമ്മുടെ ഡൊമൈനിൽ പ്രീ ഇമേജസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. നമുക്ക് കാണാം അതിനകത്ത് എല്ലാ എലമെന്റ്സിനും എയില്, ബിയിലെ എല്ലാ എലമെന്റ്സിനും എയിൽ പ്രീ ഇമേജസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ഓൺ ടു ഓൾസോ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് തന്നിരിക്കുന്നത് ഫൈനൈറ്റ് സെറ്റ്സ് ആണെങ്കിൽ നമ്മളെപ്പോഴും അതിന്റെ കറസ്പോണ്ടിങ് ആരോ ഡയഗ്രാം വരച്ച് നോക്കുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് എഫ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1 to R. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -1, 1ൽ നിന്ന് ആറിലേക്ക്. ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 2. ഇതാണ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ഇത് 1, 1 ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. 1, 1 ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ഇന്നലെ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ലെറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഫോർ സം x1 x2 belongs to നമ്മുടെ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ ഉള്ളത് ക്ലോസ്ഡ് ഇന്റർവൽ -1, 1 ആണ്. x1 x2 belongs to for some x1 x2 belongs to closed interval -1, 1. f of x1 equal to f of x2 ആണ് നമ്മൾ അസ്യൂം ചെയ്തു. which implies എന്താണ് f of x1? f of x എന്ന് പറയുന്നത് x ഡിവൈഡഡ് ബൈ x പ്ലസ് 2 ആണെങ്കിൽ f of x1 എന്ന് പറയുന്നത് x1 ബൈ x1 പ്ലസ് 2 ഈക്വൽ ടു f of x2 എന്ന് പറയുന്നത് x2 ബൈ x2 പ്ലസ് 2.
അപ്പൊ ഈ രീതിയിൽ നമുക്കിതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ റീഅറേഞ്ച് ചെയ്ത് x1 ഉം x2 ഉം തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കണം. അപ്പൊ ദിസ് ഇംപ്ലൈസ് നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. x1 ഇൻറ്റു ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ x2 പ്ലസ് 2 ഇസ് ഈക്വൽ ടു, ഇവിടെ x2 ഉണ്ട്, x2 ഇൻറ്റു ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ x1 പ്ലസ് 2 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതായത് ബ്രാക്കറ്റിന് പുറത്തുള്ളതിനെ ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. x1 ഇൻറ്റു x2, x1 x2 പ്ലസ് 2 ഇൻറ്റു x1, 2x1 ഇസ് ഈക്വൽ ടു, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x2 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ x1 ഇൻറ്റു x2 എന്ന് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. പ്ലസ് 2 ഇൻറ്റു x2, 2x2 ഇംപ്ലൈസ് ഇവിടെ ഈക്വൽ ടുവിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒരേ ടേംസ് ഒരുപോലെ കിടപ്പുണ്ട് അല്ലെ. ഒരേ സൈനോട് കൂടി x1 x2 അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അല്ലെങ്കിൽ വേറെ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ x1 x2 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മൈനസ് x1 x2 ആകും. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കുന്നത്? അത് ക്യാൻസൽ ആയി പോകോളും. അപ്പൊ ദിസ് ഇംപ്ലൈസ് നമുക്ക് ഇനി ബാക്കി എന്തുണ്ട്? 2x1 ഇസ് ഈക്വൽ ടു 2x2. അതായത് x1ന്റെ ഇരട്ടി x2ന്റെ ഇരട്ടിയോട് ഈക്വൽ ആകണമെങ്കിൽ എന്താകണം? x1 ഈക്വൽ ടു x2 ആയി പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? f of x1 ഈക്വൽ ടു f of x2 ആണെങ്കിൽ x1 ഈക്വൽ ടു x2 ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore f is 1 1. therefore f is 1 1. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. Question number 2. Question number 2 ൽ പറഞ്ഞിരിക്കുന്നത് കൺസിഡർ f from R to R. f ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് തന്നെ given by f of x equal to 5x plus 2. Show that f is 1 1. ഇത് തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിന്റെ അതേ പ്രൊസീജിയർ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? let f of x1 equal to f of x2 for some x1 x2 belongs to, നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്, belongs to R. implies f of x1 എന്ന് പറഞ്ഞാൽ f of x equal to 5x plus 2 ആണെങ്കിൽ f of x1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 5x1 plus 2 equal to f of x2 എന്ന് പറയുമ്പോൾ 5x2 plus 2 implies ഇവിടെ 2 ഉം 2 ഉം കൂടെ ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് 5x1 is equal to 5x2. അതായത് x1 ന്റെ അഞ്ചിരട്ടിയും x2 ന്റെ അഞ്ചിരട്ടിയും ഈക്വൽ ആകണമെങ്കിൽ എന്താകണം? x1 equal to x2. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയത് f of x1 equal to f of x2 ആണെങ്കിൽ x1 equal to x2 ആണ്. therefore f is 1 1. സിമ്പിൾ ആണെന്നൊന്നുമില്ല. ആ ഒരു പ്രൊസീജിയർ അതുപോലെ തന്നെ അങ്ങ് ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ വയ്ക്കും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കൺസിഡർ f from n to n. f ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്കാണ്. given by f of x equal to x cube. തേർഡ് ക്വസ്റ്റ്യനിൽ ഇവിടെ ഫംഗ്ഷൻ f of x equal to x cube ആണ്. show that f is injective but not surjective. എന്താണ് ഇൻജെക്റ്റീവ് എന്ന് പറഞ്ഞാല്? ഇൻജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 1 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ബട്ട് നോട്ട് സർജക്റ്റീവ്. സർജക്റ്റീവ് എന്ന് പറഞ്ഞാല് ഓൺ ടു അല്ല എന്നും 1 1 ആണ് എന്നുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനു മുമ്പ് ചെയ്ത അതേ പ്രോബ്ലത്തിന്റെ അതേ പ്രൊസീജിയർ തന്നെ എന്ത് ചെയ്യണം? ലെറ്റ് f of x1 equal to f of x2 for some x1 x2 belongs to, നമ്മുടെ ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, belongs to n. implies f of x1 equal to f of x2 എന്ന് പറയുമ്പോൾ എന്ത് വരും? x1 cube is equal to x2 cube. x1 ന്റെ ക്യൂബ് x2 ന്റെ ക്യൂബിനോട് ഈക്വൽ ആകണമെങ്കിൽ x1 x2 എവിടുത്തെ നമ്പേഴ്സ് ആണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിലാണ്. അപ്പൊ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബ്സ് ഈക്വൽ ആകണമെങ്കിൽ ആ നാച്ചുറൽ നമ്പേഴ്സ് തന്നെ ഈക്വൽ ആയേ പറ്റുള്ളൂ. അപ്പൊ ദിസ് ഇംപ്ലൈസ് x1 equal to x2. അപ്പൊ
എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് പ്രൂവ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും, എഫ് ഈസ് 1 1. എഫ് ഈസ് 1 1. എഫ് 1 1 ആണ് അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫ് ഓൺ ടു ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യല്ല, ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ലെറ്റ് y belongs to നമ്മുടെ കോഡൊമെയിൻ എന്ന് പറയുന്നത് n ആണ്. Let y belongs to n and y equal to f of x for some x belongs to നമ്മുടെ ഡൊമെയിൻ n, for some x belongs to n. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതായത് നമ്മൾ ഏതോ ഒരു y ഇനി നിന്ന് എടുത്തു, അല്ലെങ്കിൽ നമ്മുടെ കോഡൊമെയിനിലെ ഏതോ ഒരു എലമെന്റിനെ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തു. ആ എലമെന്റ് എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആണ് ഫോർ സം എക്സ് ബിലോ, അതായത് ഡൊമെയിനിലെ ഏതോ ഒരു എലമെന്റിന്റെ ഇമേജ് ആണ് y എന്നാണ് നമ്മൾ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം y ഈക്വൽ ടു എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് നമുക്കുള്ളത് എന്താണ്, എക്സിന്റെ ക്യൂബ്. ഇംപ്ലൈസ് നമുക്ക് y നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് എക്സിനുള്ള റിലേഷൻ എന്താണെന്നാണ് വേണ്ടത്, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് y ആണ് നമുക്ക് വേണ്ടത്. അപ്പം y ഈക്വൽ ടു എക്സ് ക്യൂബ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് ഇസ് ഈക്വൽ ടു ക്യൂബിക് റൂട്ട് ഓഫ് y എന്ന് പറഞ്ഞാൽ y റൈസ് ടു 1/3 എന്ന് പറയാൻ പറ്റും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, വൈയുടെ ക്യൂബിക് റൂട്ട് ആയിരിക്കണം എന്നാണ് അർത്ഥം. അപ്പം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ, അതായത് ഏതൊരു y എന്നിൽ നിന്ന് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആകാൻ പാകത്തിന് ഒരു എക്സ് നമ്മുടെ ഈ ഡൊമൈനിൽ ഉണ്ടാകണമെങ്കിൽ ആ എക്സും വൈയും തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്തായിരിക്കണം, വൈയുടെ ക്യൂബിക് റൂട്ട് ആയിരിക്കണം. നമുക്ക് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിലെ എല്ലാ നമ്പേഴ്സിന്റെയും ക്യൂബിക് റൂട്ട്സിനെ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് പറയുമ്പോൾ 1 2 3 4 5 എക്സെട്ര എന്ന് പോകും. അതുപോലെ തന്നെ ഇവിടെ 1 2 3 4 5 6 7 8 എക്സെട്ര ഇങ്ങനെ പോകും. അപ്പൊ നമുക്കറിയാം 1ന്റെ ക്യൂബ് 1 തന്നെയാണ്. ഇതാണ് നമ്മുടെ റിലേഷൻ. 2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. ഇതിനിടയിലുള്ള ഒരു നമ്പേഴ്സിന്റെയും ക്യൂബ് റൂട്ട്സ്, അതായത് 1ന്റെ ക്യൂബ് റൂട്ട് ആണ് 1, 8ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ക്യൂബിക് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ക്യൂബിക് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏത് സംഖ്യനെ 3 പ്രാവശ്യം മുടിച്ചപ്പോഴാണോ 8 കിട്ടിയത് അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്യൂബിക് റൂട്ട് എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് എന്ന് റൂട്ട് 4 അല്ലെ, റൂട്ട് 4നെ നമ്മൾ എഴുതുന്നതാണ് 4^1/2. 4^1/2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഏതോ ഒരു സംഖ്യനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, 4 കിട്ടിയത്. ആ സംഖ്യയാണ് നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് പറയുന്നത്. നമുക്കറിയാം 2നെയാണ് 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടുക. അതുപോലെ തന്നെ 8ന്റെ ക്യൂബിക് റൂട്ട് എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ 8 കിട്ടുക ആ സംഖ്യയാണ് നമ്മൾ എന്ത് പറയാം, 8ന്റെ ക്യൂബിക് റൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 8ന്റെ ക്യൂബിക് റൂട്ട് ഏതാണ് നമുക്കറിയാം, 2 × 2 ആണ് 8. അതുകൊണ്ട് ക്യൂബിക് റൂട്ട് ഓഫ് 8 എന്ന് പറയുന്നത് 2 ആണ് നമുക്കറിയാം. അതായത് ഇവിടെയുള്ള സംഖ്യയുടെ ക്യൂബിക് റൂട്ടാണ് എന്തായിട്ട് വരിക, അതിന്റെ പ്രീ ഇമേജ് ആയിട്ട് വരിക. വൈയിലെ എലമെന്റ്സിന്റെ ക്യൂബിക് റൂട്ട്സ് ആ എക്സിലുണ്ടെങ്കിലാണ് അതിന്റെ പ്രീ ഇമേജ് അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതും എന്നാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പൊ 1ന്റെ ക്യൂബിക് റൂട്ട് ഇവിടെയുണ്ട്, 8ന്റെ ക്യൂബിക് റൂട്ടും സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിലുണ്ട്. ഇതിനിടയിലുള്ള ഒരു നമ്പേഴ്സിന്റെയും 2ന്റെ ക്യൂബിക് റൂട്ടും 3യുടെ ക്യൂബിക് റൂട്ടും ഒന്നും ഒരിക്കലും നാച്ചുറൽ നമ്പേഴ്സ് അല്ല. അതിനൊക്കെ ക്യൂബിക് റൂട്ട്സ് ഉണ്ട്, പക്ഷെ അതൊന്നും നാച്ചുറൽ നമ്പേഴ്സ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഫംഗ്ഷൻ എവിടെയാണോ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിന്റെ ഡൊമൈനിൽ അതിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അതായത് x is equal to y raised to 1/3 need not belongs to n for all y belongs to n. For example 2 3 4 ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വൈയുടെ സ്ഥാനത്ത് 2ഉം 3ഉം 4ഉം ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ y raised to 1/3 നമ്മുടെ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യില്ല. Therefore we can say that f is not onto അല്ലെങ്കിൽ f is not surjective. ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്.
അതിനകത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഏറ്റവും ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 7th ക്വസ്റ്റ്യൻ. ദ ഫംഗ്ഷൻ പി ഇസ് ഡിഫൈൻഡ് ആസ്, നമുക്കൊരു ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എങ്ങനെയാണ്, ടു ഈച്ച് പേഴ്സൺ ഓൺ ദി എർത്ത് ഈസ് അസൈൻഡ് എ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡൊമൈനിൽ നമ്മുടെ ഈ ലോകത്തിലുള്ള അല്ലെങ്കിൽ എർത്തിലുള്ള എല്ലാ പേഴ്സൺസ്, അതിന്റെ കോഡൊമൈനിലുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ നമ്മളിവിടെ നമ്മുടെ അസൈൻമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്തിനെയാണ് റിലേറ്റ് ചെയ്യുന്നത്, ഓരോ ആളുകളെയും അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്തിലേക്കാണ് അസൈൻ ചെയ്തത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഈസ് ദിസ് ഫംഗ്ഷൻ 1-1? ഇത് 1-1 ആണോ? 1-1 ആകണമെന്നത്തെ കണ്ടീഷൻ എന്താണ്, ഒരാൾക്ക് മാത്രമേ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അതായത് നമ്മുടെ ഡൊമൈനിലെ ഒരു എലമെന്റിന് മാത്രമേ ഒരു ഇമേജ് ഇവിടെ ഉണ്ടാവുള്ളൂ. ഒരു പർട്ടിക്കുലർ ഇമേജിലേക്ക് എക്സിലെ ഡൊമൈനിലെ ഒരു എലമെന്റിനെ മാത്രം മാപ്പ് ചെയ്യാൻ പാടുള്ളൂ. എക്സിൽ നിന്ന് വൈയിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റണം, എക്സിലെ ഡിസ്റ്റിങ് എലമെന്റ്സിന് വൈയിലെ ഡിസ്റ്റിങ് ഇമേജസ് ആണെന്ന് പറയാൻ പറ്റണം. അതായത് എക്സിലെ വ്യത്യസ്തരായ ആളുകൾക്ക് ഉറപ്പായിട്ടും വ്യത്യസ്തമായ ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന് പറയാൻ പറ്റണം. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് സെയിം ഡേറ്റ് ഓഫ് ബർത്ത് വരാൻ സാധ്യതയുണ്ട്. അതായത് ഇവിടുത്തെ ഡിസ്റ്റിങ് എലമെന്റ്സിനെ ഇവിടെ ഒരേ എലമെന്റിലേക്ക് മാപ്പ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് എ 1-1 ഫംഗ്ഷൻ. അത് 1-1 അല്ല. ഇതിലൂടെ എന്റെ കാരണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാരണം ഇതാണ്, ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഇവിടുത്തെ വ്യത്യസ്ത ഡിസ്റ്റിങ് എലമെന്റ്സിന് സെയിം ഇമേജ് വൈയിൽ വരാനുള്ള സാധ്യതയുണ്ട്. വരാനുള്ള സാധ്യത എന്നല്ല, തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് നോട്ട് എ 1-1 ഫംഗ്ഷൻ. അപ്പൊ 7ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, കൺസിഡർ എ ഫംഗ്ഷൻ എഫ് ഫ്രം എൻ ടു എൻ, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. പ്രൂവ് ദാറ്റ് എഫ് ഈസ് നോട്ട് ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആണ്. നമ്മൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ഒരു വൈ, ആർബിട്രറി ആയിട്ടൊരു വൈ എടുത്തു. വൈ ബിലോങ്സ് ടു എൻ ആൻഡ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ സം എക്സ് ബിലോങ്സ് ടു എൻ. നമ്മുടെ ഡൊമൈനിലെ ഏതോ ഒരു എക്സിന് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്, വൈ ഇമേജ് ആണ്. ഇംപ്ലൈസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ആണ്. വിച്ച് ഇംപ്ലൈസ് y ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണെങ്കിൽ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് 1 എന്ന് എഴുതാലോ, വൈ മൈനസ് 1. അപ്പം എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ, വൈ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് വൈ മൈനസ് 1 ആയിരിക്കണം എക്സ്. അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി, നമ്മുടെ ഈ എന്നിലെ ഏതൊരു വൈ എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു -1 ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ വൈകൾക്കും -1 ഇവിടെ ഉണ്ടോ? ഇല്ല. നമുക്കറിയാം if y equal to 1 y minus 1 equal to 1 minus 1 which is equal to 0 not belongs to n. നാച്ചുറൽ നമ്പേഴ്സിൽ ഒരിക്കലും 0 വരില്ല. നമുക്കറിയാം f of x equal to x plus 1 എന്ന് പറയുന്ന ഈ മാപ്പിംഗ് നമ്മുടെ ഓരോ എലമെന്റ്സിനെയും അത് +1, എക്സിനെ എക്സ് പ്ലസ് 1ലേക്കാണ് മാപ്പ് ചെയ്യുക. അതായത് 1നെ 2ലേക്ക്, 2നെ 3ലേക്ക്, 3നെ 4ലേക്ക്, ആ ഒരു രീതിയിലാണ് മാപ്പ് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് എലമെന്റിന് മാത്രം എന്തുണ്ടാവില്ല, ഫസ്റ്റ് എലമെന്റിന്റെ പ്രീ ഇമേജ് എന്ന് പറയുന്നത് എന്താവണം, 0 ആയേ പറ്റുള്ളൂ. 0 ഒരിക്കലും സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് ഈസ് നോട്ട് ഓൺ ടു. ഫംഗ്ഷൻ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. 1-1 ആണെന്നും ഓൺ ടു ആണെന്നും ഒക്കെ നോക്കാനുള്ള കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്കൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, 2 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനു മുൻപ് നമ്മൾ 1-1 ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പം അതിന്റെ ഡൊമൈൻ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇവിടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യപ്പെട്ടുള്ള ഡൊമൈനും കൂടി ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0π/2 ക്ലോസ് ഇന്റർവൽ 0π/2 ൽ നിന്ന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്.
അതുപോലെ തന്നെ ജി എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. ജിയും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ക്ലോസ് ഇന്റർവൽ 0π/2 നിന്ന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്ക്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് g of x equal to cos x. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷോ ദാറ്റ് എഫ് ആൻഡ് ജി ആർ 1-1 ഫംഗ്ഷൻസ്. എഫും ജിയും 1-1 ഫംഗ്ഷൻസ് ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എഫും ജിയും 1-1 ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം നമ്മുടെ യൂണിറ്റ് സർക്കിൾ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പഠിച്ചപ്പം നമ്മളൊരു യൂണിറ്റ് സർക്കിളൊക്കെ പഠിച്ചായിരുന്നു. യൂണിറ്റ് സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ എന്തിനു നോക്കുന്നത്. ഇപ്പൊ യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ സെന്റർ, ഒറിജിൻ, ഇതിന്റെ കോർഡിനേറ്റ്സ് ഇത് എ ബി സി ഡി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റിന്റെ കോർഡിനേറ്റ് 1 0, സെക്കൻഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് 0 1, തേർഡ് കോർഡിനേറ്റ് സിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് -1 0, ഡിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0 -1. ഇതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ആംഗിള്, അതായത് എക്സിന് എടുക്കേണ്ട വാല്യൂസ് എന്ന് പറയുമ്പം നമ്മൾ ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഒക്കെ കൺസിഡർ ചെയ്ത് ഇതിവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് പി ഓഫ് എ ബി. ഇങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എ, ഈ ലെങ്ത് ബി, ഇവിടെ ആംഗിൾ എക്സ് ആണെങ്കിൽ കോസ് എക്സ് ഇസ് ഈക്വൽ ടു, കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഈ ആംഗിൾ കോസ് എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ലെങ്ത് യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് ഇത് നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ ഈ ലെങ്ത് എന്ത് വരുള്ളൂ, 1 വരുള്ളൂ. പിന്നെ എന്താണ്, ഈ ഡിസ്റ്റൻസ്, ഈ പോയിന്റ് ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയതുകൊണ്ട് പി ഓഫ് എ ബി, എയും ബിയും ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇത് പറയാൻ പറ്റും. ഈ ഡിസ്റ്റൻസ് എയും ഈ ഡിസ്റ്റൻസ് ബിയും ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് കിട്ടും കോസ് എക്സ്. ഇത് എക്സ് എന്ന് പറയുന്ന ആംഗിൾ ആണെങ്കിൽ കോസ് എക്സ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞ എ, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, കോസ് എക്സ് ഈക്വൽ ടു എ. ആൻഡ് സൈൻ എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ b/1 വിച്ച് ഇസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഈ സർക്കിളിലെ ഓരോ പോയിന്റ്സിന്റെയും കറസ്പോണ്ടിങ് ഫസ്റ്റ് കോർഡിനേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ഇപ്പൊ ആംഗിൾ 0 0 ആണെങ്കിൽ, ആംഗിൾ എക്സ് ആണെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് കോർഡിനേറ്റ് എ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും കോസ് എക്സ് ഈക്വൽ ടു എ ആണ്. അതുപോലെ തന്നെ സൈൻ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഇവിടെ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഈ ലൈൻ മൂവ് ചെയ്തിട്ടില്ല എങ്കിലാണ് നമുക്ക് ഇവിടെ 0 ആംഗിൾ ഉണ്ടാവുക അല്ലെ. അപ്പൊ 0 ആംഗിൾ ആണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, കോസ് 0 ഈക്വൽ ടു 1. ഈ കോർഡിനേറ്റ്, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് 1 ആയതുകൊണ്ട്, ഫസ്റ്റ് കോർഡിനേറ്റ് 1 ആയതുകൊണ്ട് കോസ് 0 ഈക്വൽ ടു 1 എന്നും സൈൻ 0 ഈക്വൽ ടു 0 എന്നും ആ ഒരു രീതിയിലാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. അതുപോലെ കോസിന്റെ വാല്യൂ 1ൽ നിന്ന് ആംഗിള് 90 ആകുമ്പോഴത്തേനും, കോസിന്റെ വാല്യൂ 0ൽ നിന്ന് 90യിലേക്ക് ആംഗിള് കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും കോസിന്റെ വാല്യൂ 1ൽ നിന്ന് 0യിലേക്ക് എത്തും. അതുപോലെ തന്നെ സൈനിന്റെ വാല്യൂ ആംഗിള് 0ൽ നിന്ന് 90യിലോട്ട് പോകും തോറും സൈനിന്റെ വാല്യൂ 0ൽ നിന്ന് 1ലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ആംഗിള് ഇവിടെ കൂടുന്തോറും, ആംഗിൾ ഇവിടെ നിന്നാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡൊമൈൻ എന്ന് പറയുന്നത് 0 to π/2. 0ൽ നിന്ന് π/2യിലോട്ട് ആംഗിൾ പോകും തോറും, അല്ലെങ്കിൽ 0ക്കും π/2നും ഇടയ്ക്കുള്ള ഓരോ ആംഗിളിലും നമുക്ക് പറയാൻ പറ്റും ഒരു യൂണിക് ഇമേജ്. ഇതിനകത്ത് ഇതിന് കിട്ടുന്ന വാല്യൂസ് ആണിത് അല്ലെ. ഇപ്പം ഡിസ്റ്റിങ്ക്ട് ആംഗിൾസിന് സെയിം വാല്യൂസ് ഒരിക്കലും ഈ ഇന്റർവെല്ലിൽ വരുന്നില്ല, നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഡിസ്റ്റിങ്ക്ട് വാല്യൂസില്, എക്സിന്റെ ഡിസ്റ്റിങ്ക്ട് വാല്യൂസില് ഒരിക്കലും സൈനിന്റെയോ കോസിന്റെയോ വാല്യൂസ് ഇവിടെ സെയിം ആയിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമൈനിലെ ഡിസ്റ്റിങ്ക്ട് വാല്യൂസിനെ ഒരിക്കലും കോഡൊമൈനിലെ സെയിം വാല്യൂയിലേക്ക് അസൈൻ ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഇത് കണ്ടുകൊണ്ട് ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, 0π/2 ക്ലോസ് ഇന്റർവൽ 0π/2 എന്ന് പറയുന്ന ഈ ഡൊമൈനിൽ ഈ രണ്ട് ഫംഗ്ഷൻസും 1-1 ആണ്. 0π/2 എന്ന് പറയുന്ന ഈ ഡൊമൈനിൽ രണ്ട് ഫംഗ്ഷൻസും 1-1 ആണ്. അതേപോലെ തന്നെ ഇനി നമ്മളോട് അതിന്റെ സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഈസ് എഫ് പ്ലസ് ജി 1-1. എഫ് പ്ലസ് ജി, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സും ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സും ആണെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആയിരിക്കും. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആയിരിക്കും. ഇത് 1-1 ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
1 ആകണമെങ്കിൽ എഫും ജിയും സെയിം ഡൊമൈനും റേഞ്ചുമാണ്, സെയിം ഡൊമൈനും കോഡൊമൈനും ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് പ്ലസ് ജിയും അതുപോലെ തന്നെ ഇതിന്റെയും എഫ് പ്ലസ് ജിയും ഡിഫൈൻ ചെയ്യുന്ന എവിടെ ഇങ്ങോട്ടായിരിക്കും. എഫ് പ്ലസ് ജി ഈസ് ഓൾസോ ഡിഫൈൻഡ് ഫ്രം 0 to π/2 ടു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇത് തന്നെയായിരിക്കും ഇതിന്റെയും ഡൊമൈനും കോഡൊമൈനും ആയിട്ട് വരിക. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ എഫ് പ്ലസ് ജി ഓഫ് എക്സ്, അതായത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ 1 ആണോ എന്നാണ് നോക്കേണ്ടത്. എന്ന് പറഞ്ഞാലോ 0ക്കും π/2 ഇടയ്ക്കുള്ള ഏത് ഡിസ്റ്റിങ് എലമെന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും 0യും π/2 ഉൾപ്പെടെയാണ് കേട്ടോ, ക്ലോസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് 0ക്കും π/2 ഇടയ്ക്ക് 0യും π/2 ഉൾപ്പെടെയുള്ള ഏത് ഡിസ്റ്റിങ് എലമെന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫംഗ്ഷന് ഡിസ്റ്റിങ് ഇമേജസ് ആണോ കിട്ടുന്നതെന്നാണ് നോക്കേണ്ടത്. അതായത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിസ്റ്റിങ് ആയിട്ടുള്ള എക്സുകൾക്ക് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്താണെന്നാണ് നോക്കേണ്ടത്. ആ ഡിസ്റ്റിങ് ആയിട്ട് അത് തന്നെയാണ് കിട്ടുന്നത് നോക്കിയാൽ മതി. അപ്പൊ നമുക്കറിയാം എക്സ് ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാല് സൈൻ 0 പ്ലസ് കോസ് 0, സൈൻ 0 പ്ലസ് കോസ് 0, സൈൻ 0 എന്ന് പറയുന്നത് 0യും കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ സൈൻ 0 പ്ലസ് കോസ് 0 എന്ന് പറയുന്നത് 0 പ്ലസ് 1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് ഒരെണ്ണം കാണിക്കുകയാണ്. സൈൻ 0 പ്ലസ് കോസ് 0 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതുപോലെ തന്നെ സൈൻ 90 അല്ലെങ്കിൽ സൈൻ π/2 പ്ലസ് കോസ് π/2, സൈൻ π/2 പ്ലസ് കോസ് π/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ π/2 എന്ന് പറയുന്നത് 1ഉം കോസ് π/2 എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും 1 പ്ലസ് 0 വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു 1. അതായത് എക്സ് 0ക്കും π/2 ഇടയിൽ 0 എന്ന് പറയുന്ന വാല്യൂ എക്സ് ആയിട്ട് എടുത്താലും π/2 എന്ന് പറയുന്ന വാല്യൂ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ ഫംഗ്ഷന്റെ ഇമേജ് 1 ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിനെ അല്ലെങ്കിൽ ഡൊമൈനിലെ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിനെ കോഡൊമൈനിൽ സെയിം എലമെന്റിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ഇമേജ് കോഡൊമൈനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 അല്ല. എഫും ജിയും സെപ്പറേറ്റ് നോക്കി കഴിഞ്ഞാൽ രണ്ടും 1 ആണ്. പക്ഷേ എഫ് പ്ലസ് ജി ഒരിക്കലും 1 അല്ല. അപ്പൊ ഇത്രയും ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന്, ഈ സെക്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത സെക്ഷനിൽ കാണാം.